കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് കേട്ടോ ഇത്. ഞാൻ എൻ്റെ കുഞ്ഞൂസിന് സ്ഥിരമായിട്ട് ഈ ഒരു ഹെയർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. കുട്ടികളുടെ മുടിക്ക് നല്ല രീതിയിൽ കറുപ്പ് കിട്ടാനും താരൻ്റെ പ്രശ്നമൊക്കെ വരാതിരിക്കാനും മുടിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും ഈ ഒരു ഹെയർ ഓയിൽ നന്നായിട്ട് സഹായിക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കരിഞ്ജീരകം എണ്ണ കാച്ചിയെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വലിയവർക്ക് വേണ്ടിയിട്ടുള്ള കരിഞ്ജീരക എണ്ണ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയുടെ താഴെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു, ഈ ഒരു എണ്ണ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമോ, കുട്ടികൾക്ക് കരിഞ്ജീരക എണ്ണ കാച്ചുന്ന ഒരു വീഡിയോ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എണ്ണ കുട്ടികൾക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ അതിനകത്ത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്തിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പ് തരുന്ന ഒരു എണ്ണയാണ് കേട്ടോ. അപ്പോൾ അലർജി ഉള്ള കുട്ടികളാണെങ്കിൽ, തണുപ്പ് പറ്റാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരുടെ ആരോഗ്യത്തെ അത് ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ തണുപ്പ് പറ്റാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഞാൻ ഇന്ന് കാണിച്ചു തരുന്ന രീതിയിൽ നിങ്ങൾ കരിഞ്ജീരക എണ്ണ ഒന്ന് തയ്യാറാക്കി നോക്കുക. കുട്ടികളുടെ മുടിക്ക് നല്ല രീതിയിൽ കറുപ്പ് കിട്ടാനും താരന്റെ പ്രശ്നമൊക്കെ മാറ്റിയെടുക്കാനും പിന്നെ മുടി നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനും ഈ ഒരു കരിഞ്ജീരകം കാച്ചിയ എണ്ണ നന്നായിട്ട് സഹായിക്കും. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞൂസിന് സ്ഥിരമായിട്ട് ഈ എണ്ണ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത്. ഇപ്പോൾ അവൻ്റെ എണ്ണ തീർന്നു, അപ്പോൾ അവന് വേണ്ടിയിട്ട് എണ്ണ ഞാൻ തയ്യാറാക്കുകയാണ്. അപ്പോൾ അത് ഏത് രീതിയിലാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ കുറേ പേര് ചോദിക്കുന്ന കാര്യമാണ്, കുട്ടിക്ക് മുടിക്ക് കട്ടിയില്ല, കറുപ്പില്ല, മുടി വളരുന്നില്ല, താരൻ്റെ പ്രശ്നമാണ്, ഏത് പാക്കാണ് കുട്ടിക്ക് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യമാണ്. കുട്ടികൾക്ക് ഒരിക്കലും നമ്മൾ ഹെയർ പാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. ഞാൻ ഒരിക്കലും കുട്ടികൾക്ക് ഹെയർ പാക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പാക്കുകളെല്ലാം തന്നെ നല്ല തണുപ്പാണ്, കുട്ടികളുടെ ആരോഗ്യത്തെ അത് ബാധിക്കും. അപ്പോൾ പാക്ക് ഒരിക്കലും നിങ്ങൾ ചെയ്തു കൊടുക്കരുത്. ഇതുപോലെയുള്ള കരിഞ്ജീരക എണ്ണയോ അങ്ങനെ കാച്ചിയ എണ്ണയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു വിധത്തിലുള്ള അവരുടെ മുടിയുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റിയെടുക്കാനായിട്ട് അത് നന്നായിട്ട് സഹായിക്കും. അപ്പോൾ കരിഞ്ജീരക എണ്ണ പറ്റുമെങ്കിൽ നിങ്ങളെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു തവണ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കാച്ചേണ്ട രീതിയും അതിൻ്റെ പാകവും കാര്യങ്ങളും എല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് എണ്ണ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് കുട്ടികളുടെ കരിഞ്ജീരക എണ്ണ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് കരിഞ്ജീരകമാണ്. അപ്പോൾ കരിഞ്ജീരകം ഞാനിവിടെ 2.5 സ്പൂൺ അളവിലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നിവിടെ 1/2 ലിറ്റർ വെളിച്ചെണ്ണയാണ് കാച്ചി എടുക്കുന്നത്. അപ്പോൾ 1/2 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് എത്രമാത്രം ഇൻഗ്രീഡിയൻസ് വേണോ അതിൻ്റെ അളവായിരിക്കും ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഇനി കുറവാണ് തയ്യാറാക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കുറയ്ക്കണം. കൂടുതലായിട്ട് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് നിങ്ങൾ കൂട്ടിയെടുക്കണം. അപ്പോൾ ഞാനിതാ ഇവിടെ 2.5 സ്പൂൺ അളവിൽ കരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. കരിഞ്ജീരകത്തിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി ഞാനിവിടെ ഒരു 10-12 എണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ചെറുതായതുകൊണ്ടാണ് ഞാനൊരു 12 എണ്ണമൊക്കെ എടുത്തിട്ടുള്ളത്. ഇനി അത്യാവശ്യം വലിപ്പമുള്ള ഉള്ളിയൊക്കെ ആണെങ്കിൽ ഒരു 8 എണ്ണം അല്ലെങ്കിൽ 10 എണ്ണം ആ ഒരു അളവിലൊക്കെ നിങ്ങൾ എടുത്താൽ മതി. ഒരെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എണ്ണ കാച്ചുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എണ്ണ കാച്ചുമ്പോൾ ഏറ്റവും നല്ലത് ചെറിയ ഉള്ളിയാണ്. നിങ്ങൾ സവാള എടുക്കാതിരിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി തന്നെ എടുക്കട്ടെ. ചെറിയ ഉള്ളി നമുക്ക് എണ്ണ കാച്ചാനായിട്ട് ഏറ്റവും നല്ലതാണ്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഞാനിവിടെ 4 തണ്ട് അളവിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയ തണ്ടൊക്കെ ആണെങ്കിൽ ഒരു 5 തണ്ടൊക്കെ നിങ്ങൾക്ക് എടുക്കാം. വലിയ തണ്ടൊക്കെ ആണെങ്കിൽ ഒരു 4 തണ്ട് അളവിൽ നിങ്ങൾ കറിവേപ്പിലയും കൂടി എടുക്കുക. പിന്നെ ഞാനിവിടെ എടുക്കുന്നത് പൂവാങ്കുറുന്തലാണ്. അപ്പോൾ പൂവാങ്കുറുന്തൽ, പൂവാങ്കുരുന്നില അങ്ങനെയൊക്കെ നമ്മൾ പറയും. അപ്പോൾ കഴിഞ്ഞ ദിവസം ആരോ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ 2 പേരാണ് കേട്ടോ എനിക്കറിയാവുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ കുട്ടികൾക്ക് എണ്ണ കാച്ചുന്ന സമയത്ത് ഞാൻ ഈ പൂവാങ്കുറുന്തൽ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് കേട്ടോ കുഞ്ഞൂസിന് ഞാൻ പൂവാങ്കുറുന്തൽ ചേർക്കാൻ തുടങ്ങിയത്. ഏറ്റവും നല്ലതാണ്. അലർജിയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ, തണുപ്പ് പറ്റാത്തവർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ പൂവാങ്കുറുന്തൽ ചേർക്കുന്നത് ഏറ്റവും നല്ലതാണ്. എൻ്റെ കുഞ്ഞൂസും അത്യാവശ്യം നന്നായിട്ട് അലർജിയുടെ പ്രശ്നമുള്ള ആളാണ് കേട്ടോ. പക്ഷെ അവനിത് ഉപയോഗിക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൂവാങ്കുറുന്തൽ ഉണ്ടെങ്കിൽ ഒരു 5-8 തണ്ട് അളവിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഈ അളവ് ഞാനിങ്ങനെ പറയുന്നത് എല്ലാവർക്കും അളവിലൊരു കൺഫ്യൂഷൻ വരുന്നതുകൊണ്ടാണ്. ഏകദേശം ഒരു 5-8 തണ്ട് അളവിൽ പൂവാങ്കുറുന്തൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് തുളസിയാണ് കേട്ടോ. ഞാനിത് ഒരു 5-8 തണ്ട് അളവിൽ ഇവിടെ തുളസി എടുത്തിട്ടുണ്ട്. എണ്ണ കാച്ചുമ്പോൾ നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് തുളസി. അപ്പോൾ തുളസി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു 5-8 തണ്ട് അളവിൽ നിങ്ങൾ തുളസിയും കൂടി എടുക്കുക. പിന്നെ അടുത്തതായിട്ട് എടുക്കുന്നത് പനിക്കൂർക്കയാണ് കേട്ടോ. ഞാനിവിടെ ഒരു 5 ഇല പനിക്കൂർക്ക എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഇലയൊക്കെ ആണെങ്കിൽ ഒരു 4 എണ്ണം എടുത്താൽ. ഞാൻ ഇന്ന് എടുത്തത് ചെറിയ ഇലയാണ് കേട്ടോ. അപ്പോൾ ഒരു 5 എണ്ണം പനിക്കൂർക്ക ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് നമ്മളിങ്ങനെ എന്താ പറയുക, നെറുകയിൽ വെച്ച് കൊടുക്കുക അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറില്ലേ. അപ്പോൾ എണ്ണയിലും കൂടി നമ്മൾ ചേർക്കുകയാണെങ്കിൽ ജലദോഷം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരാതിരിക്കാനൊക്കെ ആയിട്ട് നന്നായിട്ട് സഹായിക്കും. അപ്പോൾ ഒരു 5 ഇല പനിക്കൂർക്കയും കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളകാണ്. ഞാനിവിടെ ഒരു 10 എണ്ണം കുരുമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ കറക്റ്റ് അളവ് പറയുമ്പോൾ ഒരെണ്ണം കുറഞ്ഞാലും കൂടിയാലൊന്നും കുഴപ്പമില്ല. പിന്നെ എല്ലാവർക്കും അളവ് കറക്റ്റായിട്ട് അറിയണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര കറക്റ്റായിട്ട് അളവ് പറയുന്നത്. അപ്പോൾ നമ്മൾ എണ്ണ കാച്ചുന്ന സമയത്ത്, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ എണ്ണ കാച്ചുന്ന സമയത്ത് നമ്മൾ കുരുമുളക് ചേർക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു 11-12 എണ്ണം ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ.
അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കുട്ടികൾക്ക് വേണ്ടി എണ്ണ കാച്ചാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 7 സാധനങ്ങളാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കരിഞ്ജീരകമൊക്കെ എടുക്കുമ്പോൾ കഴുകി ഉണക്കിയിട്ട് എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. വാങ്ങിച്ചത് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പനിക്കൂർക്കയൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഉള്ളിയും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്തത് കുരുമുളകാണ്. നിങ്ങൾക്ക് ആദ്യം എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഒന്നും കൂടി ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് കാണിക്കുന്നത്. പിന്നെ അടുത്തത് വേണ്ടത് പൂവാങ്കുറുന്നലാണ്. പൂവാങ്കുറുന്നൽ ഒന്ന് പിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. വലിയ തണ്ട് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ തണ്ടും പൂവും ഒക്കെ നമുക്ക് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അധികം തണ്ടൊന്നും കളയാൻ നിൽക്കേണ്ട. ഒരുപാട് ഉറപ്പുള്ള തണ്ടാണെങ്കിൽ മാത്രം കളഞ്ഞാൽ മതി. ഒന്ന് പിച്ചിട്ട് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അടുത്ത തുളസിയും വലിയ തണ്ട് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇല അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ തണ്ടാണെങ്കിൽ അതുപോലെ തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അടുത്തത് കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പില നമുക്ക് അതിൻ്റെ ഇതള് മാത്രമായി തണ്ട് ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഇല മാത്രമായിട്ട് നമുക്ക് എടുക്കാം. പിന്നെ നിങ്ങൾ എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കട്ടെ. കറിവേപ്പില ആയിക്കോട്ടെ, തുളസി ആയിക്കോട്ടെ, പൂവാങ്കുറുന്നലായിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ നിലത്തുനിന്ന് പറിച്ചെടുക്കുന്ന സംഭവങ്ങളല്ലേ. അപ്പോൾ എന്തായാലും പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ എണ്ണ കാച്ചാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ചതച്ചെടുക്കണം. ഒരുപാട് പേസ്റ്റ് രൂപത്തിൽ അരയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഞാനിത് എല്ലാം തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ പേസ്റ്റ് രൂപത്തിൽ അരിയൊന്നും വേണ്ട. ഈ രീതിയിൽ നിങ്ങളൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാ നമ്മുടെ എണ്ണയുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്കിനി എണ്ണ കാച്ചിയെടുക്കാം. എണ്ണ കാച്ചുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയലുണ്ട്, നമ്മളൊരു അടി കട്ടിയുള്ള ഒരു പാത്രം ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ എണ്ണയൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ അടി കട്ടിയുള്ള ഒരു പാത്രമൊക്കെ ആകുമ്പോൾ നമുക്ക് ടെൻഷനൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ എണ്ണ കാച്ചിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനിവിടെ 1/2 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഇന്ന് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എണ്ണ കാച്ചുന്ന സമയത്ത് ശുദ്ധമായ വെളിച്ചെണ്ണയൊക്കെ കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. കുട്ടികൾക്കും കൂടി ആകുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയാണ് കേട്ടോ. അങ്ങനെയൊക്കെ വെളിച്ചെണ്ണ കിട്ടുന്ന സമയത്ത് നിങ്ങൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ നമ്മളിപ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള എണ്ണയുടെ കൂട്ട് നമുക്ക് എണ്ണയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എണ്ണയിലേക്ക് ഈ കൂട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം എണ്ണയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ആദ്യം ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുക കേട്ടോ. നമ്മുടെ എണ്ണ നന്നായിട്ട് തിളച്ച് വരുന്ന ആ ഒരു സമയം വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുക. പിന്നെ എണ്ണ ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ എണ്ണ കാച്ചുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നിൽക്കുക. അതിൻ്റെ ഇടയിൽ നമ്മൾ വേറെ പണിക്ക് പോകരുത്. എണ്ണയിൽ എണ്ണ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് തന്നെ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. ഫുൾ ടൈം നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എണ്ണയുടെ പാകം കറക്റ്റ് ആവില്ല. എണ്ണ കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സമയം നന്നായിട്ട് തിളച്ച് പതഞ്ഞ് പൊന്തി വരുന്നൊരു സമയമാകുമ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇനി നമ്മുടെ എണ്ണ പാകമാവുന്നത് ഈ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇളക്കാതെ വേറെ പണിക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ എണ്ണയുടെ പാകം നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. എണ്ണ കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ എണ്ണയുടെ പാകം അത് എപ്പോഴും നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ എണ്ണ കാച്ചുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പേടി അത് തന്നെയാണ്. നമ്മൾ കാച്ചിയാൽ ശരിയാവോ, പാകം ശരിയാവോ, അങ്ങനെയുള്ളൊരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. എല്ലാ വീഡിയോയിലും ഞാൻ ഇത് പറഞ്ഞു തരുന്നതാണ്. എണ്ണ കാച്ചുന്ന വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞു തരുന്നതാണ്. വീണ്ടും ഇതിങ്ങനെ എന്താ പറയുക പഠിപ്പിക്കുന്ന പോലെ പറഞ്ഞു തരുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അതൊരു കൺഫ്യൂഷൻ ആയിട്ട് വരരുത്. അതുകൊണ്ടാണ് കേട്ടോ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് അതിൻ്റെ പാകവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ മനസ്സിലാവും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടോ, നമ്മൾ എണ്ണ വെച്ചിട്ട് ഒരു പകുതി സമയമൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഇത്ര സമയം കറക്റ്റ് അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല. ഓരോ എണ്ണ പാകാവുന്ന ഒരു സമയം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇത്ര സമയത്തിൽ എണ്ണയാവും അങ്ങനെയൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ചിലപ്പം കുറച്ച് സമയം കൂടും, ചിലപ്പോൾ കുറച്ച് സമയം കുറയും. അതൊന്നും നമുക്ക് കറക്റ്റായിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ എന്നാലും നമ്മുടെ എണ്ണയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. നമ്മൾ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുന്നുണ്ട്. എണ്ണ എന്ന് വെച്ച് പാകമായി എന്നല്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് മാറി വരുന്നുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും നമ്മുടെ എണ്ണ പാകമാവുക. അപ്പോൾ നമുക്കത് അറിയാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ചേർത്തിട്ട് ഇൻഗ്രീഡിയൻസിൻ്റെ കളറൊക്കെ മാറുന്നത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ പാകം എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അത് നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് വരണം. മൊരിഞ്ഞ് വരിക എന്ന് പറഞ്ഞാൽ കരിഞ്ഞു പോകരുത്. അത്യാവശ്യം നല്ലൊരു ബ്രൗൺ കളറിലേക്ക് അത് വരണം. പിന്നെ എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരണം. ഇപ്പോൾ പൊങ്ങിക്കിടക്കുന്ന ഈ പതയൊക്കെ ഉണ്ടല്ലോ, പതയൊക്കെ നന്നായിട്ട് ഒതുങ്ങി വരണം. ഇതാണ് നമ്മുടെ എണ്ണയുടെ കറക്റ്റ് പാകം. അപ്പോൾ അത് മാത്രം നിങ്ങളൊന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എണ്ണ ഇപ്പോൾ പാകമായിട്ടല്ല, എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റും കൂടി ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് തിളയ്ക്കണം എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതുണ്ട്, ഏകദേശം നമ്മുടെ എണ്ണ പാകമായിട്ട് വന്നിട്ടുണ്ട്.
വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചേർത്തുള്ള ഇൻഗ്രീഡിയൻസിന്റെ കളറൊക്കെ അത്യാവശ്യം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഇളക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ഒരു കരിവിരാന്നുള്ളൊരു ശബ്ദം ഉണ്ടല്ലോ, ആ ശബ്ദത്തിലേക്ക് വന്നിട്ടുണ്ട്. പതയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഒതുങ്ങിയിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് വേഗം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാത്രം നല്ല രീതിയിൽ ചൂടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇനിയും അങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ എണ്ണയുടെ പാകം കറക്റ്റ് ആവില്ല, എണ്ണ കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ കറക്റ്റ് മൂപ്പിലാണ് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മളിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നതാണ് കേട്ടോ. നിങ്ങളിപ്പോൾ മൂപ്പാവുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ പാത്രത്തിൽ തന്നെ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കറക്റ്റ് പാകത്തിലാണ് നിങ്ങൾ ഓഫ് ചെയ്യുന്നതെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്. അടി കട്ടിയുള്ള പാത്രമാകുമ്പോൾ നല്ല ചൂടുണ്ടാവും, നമ്മുടെ എണ്ണയുടെ മൂപ്പ് കൂടാനും കരിഞ്ഞു പോകാനും ചാൻസ് കൂടുതലാണ്. ഇത് ഞാൻ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ പേര് എന്നോട് കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എണ്ണ ആയി കഴിയുമ്പോൾ എന്താ ചേച്ചി ഇങ്ങനെ ഒരു കളർ വരുന്നത്, ചേച്ചി തയ്യാറാക്കിയ ഒരു കളർ ഇല്ലല്ലോ, അങ്ങനെയൊക്കെ പറയലുണ്ട്. ചിലപ്പം എണ്ണയുടെ മൂപ്പ് കൂടുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു കളർ വ്യത്യാസം വരുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇനി എണ്ണ നന്നായിട്ടൊന്ന് തണുക്കട്ടെ, തണുത്ത് കഴിഞ്ഞിട്ട് അരിച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഓയിൽ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഗോൾഡൻ കളറിലാണ് നമ്മുടെ ഓയിൽ കിട്ടുക. പിന്നെ ഓയിലിൻ്റെ മണം പറയാതിരിക്കാൻ പറ്റില്ല, തുളസിയൊക്കെ ഉള്ള കാരണം നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ നന്നായി തണുത്ത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ അരിച്ചെടുക്കാൻ. അരിച്ചെടുക്കുമ്പോൾ ഒരു തുണി ഉപയോഗിച്ചിട്ട് തന്നെ അരിച്ചെടുക്കുക. അതാകുമ്പോൾ നമുക്കിത് മൊത്തത്തിൽ പിഴിഞ്ഞെടുക്കാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ നല്ല വൃത്തിയുള്ള ഒരു തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കരിഞ്ജീരകം എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബോട്ടിലേക്ക് മാറ്റാം. ബോട്ടിലേക്കൊക്കെ മാറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളമൊന്നും ഇല്ലാതെ വൃത്തിയുള്ള ബോട്ടിലായിരിക്കണം കേട്ടോ. പിന്നെ എണ്ണ തയ്യാറാക്കി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന സ്പൂൺ ആയിക്കോട്ടെ, പാത്രം ആയിക്കോട്ടെ, അരിക്കാൻ എടുക്കുന്ന തുണി ആയിക്കോട്ടെ, അതിലൊന്നും ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. നല്ല വൃത്തിയുള്ളതായിരിക്കണം. കാരണം നമ്മുടെ ഓയിലിൽ വെള്ളം ആയി കഴിഞ്ഞാൽ നമുക്ക് എടുത്തു വെക്കാൻ വേണ്ടി പറ്റില്ല, നമ്മുടെ ഓയിൽ കേടായി പോകും. അപ്പോൾ നല്ല വൃത്തിയോടുകൂടി തന്നെ നിങ്ങളിത് ചെയ്യണം. അപ്പോൾ ഇതാ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ കരിഞ്ജീരക എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ മാറ്റണം, കുട്ടികൾക്ക് വേറെ ഏതെങ്കിലും ഓയിൽ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളിപ്പോൾ എണ്ണയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ പാകവും കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അതിൻ്റെ പാകവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയാൽ തന്നെ നമുക്ക് വേറെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ നല്ലൊരു ബോട്ടിലാക്കിയിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ എടുത്ത് വെക്കുക. നമുക്കൊരു 3 മാസം വരെയൊക്കെ കേടുകൂടാതെ ഇത് എടുത്ത് വെക്കാം കേട്ടോ. 6 മാസം വരെയൊക്കെ നമുക്ക് എടുത്ത് വെക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ കുട്ടികളായതുകൊണ്ട് തന്നെ നമ്മൾ കുറഞ്ഞ അളവിലല്ലേ അവർക്ക് നമ്മൾ തേച്ച് കൊടുക്കുക. അതുകൊണ്ട് കൂടിയ അളവിൽ നിങ്ങൾ തയ്യാറാക്കേണ്ട ആവശ്യമില്ല. ഒരു 1/2 ലിറ്ററൊക്കെ കാച്ചിയാൽ തന്നെ നമുക്കൊരു 3 മാസത്തേക്ക് സിമ്പിളായിട്ട് എടുത്ത് വെക്കാൻ വേണ്ടി പറ്റും. ഒരു 3 മാസം കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഫ്രഷ് ആയിട്ട് തയ്യാറാക്കിയാൽ മതി. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ കുട്ടികൾക്ക് കാച്ചിയ എണ്ണയൊക്കെ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു കുറഞ്ഞ അളവിൽ ഒരു 200 ml ഒക്കെ നിങ്ങൾ ആദ്യം തയ്യാറാക്കി നോക്കുക. എന്നിട്ട് കുട്ടിക്ക് ഉപയോഗിച്ചിട്ട് തണുപ്പ് പ്രശ്നമല്ല, മുടിക്ക് നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കൂടിയ അളവിൽ തയ്യാറാക്കിയാൽ മതി കേട്ടോ. കുട്ടികളുടെ കാര്യം ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്ത് പറയുന്നത്. കാരണം കുട്ടികളാണ്, അവർക്ക് വേണ്ടി നമ്മൾ റിസ്ക് എടുക്കാൻ വേണ്ടി പാടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് അവർക്ക് പ്രശ്നമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ കൂടിയ അളവിൽ തയ്യാറാക്കി ഉപയോഗിച്ചാൽ മതി. പിന്നെ ഈ എണ്ണ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുളിക്കുന്നതിന് കുറച്ച് സമയം മുമ്പ് തേച്ച് നന്നായിട്ടൊന്ന് മസാജൊക്കെ ചെയ്തിട്ട് കഴുകിയാൽ മതി. കഴുകുമ്പോൾ ഇപ്പോൾ ബേബി സോപ്പ് ആണെങ്കിലും ബേബി ഷാമ്പു ആണെങ്കിലും ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ വെറുതെ വെള്ളത്തിൽ കഴുകുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് എങ്ങനെയാണോ നിങ്ങൾ സാധാരണ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുക ആ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് ഇപ്പോൾ താരൻ്റെ പ്രശ്നമുണ്ട്, മുടിക്ക് കറുപ്പ് നിറമില്ല, അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുത്തിട്ട് കുട്ടികളുടെ മുടി നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് ഈ ഒരു എണ്ണ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ പറ്റുന്നവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ പാകവും കാര്യങ്ങളും മാത്രം നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി, ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.